അപ്പോൾ ഇന്നും പതിവ് പോലെ കുറച്ച് ദിവസമായിട്ടുള്ള പതിവ് പോലെ പുട്ടും പഴമായിരുന്നു, അത് കഴിച്ചു. ഇനിയിപ്പോൾ അതാ ഉച്ചക്കലത്തേക്ക് ഒരു കുഞ്ഞ് ചിക്കൻ കറി, ചെറിയ ചിക്കൻ കറി, ഒത്തിരി ഉണ്ടാക്കി വെക്കുന്നില്ല. ഒരു ചിക്കൻ വാങ്ങിച്ചാൽ പല കാര്യങ്ങൾ ചെയ്യും. ഇന്നലെ സൂപ്പ് ഉണ്ടാക്കി, അപ്പോൾ കഴിഞ്ഞ ദിവസം. അപ്പം നമുക്കിന്ന് എന്തുവാ ചെയ്യുന്നത്, ഒരു ചിക്കൻ കറി ശകലം വെക്കാം, വേറെ ഒരു ദിവസം കുറച്ച് ചിക്കൻ വറുത്ത് കൊടുക്കാം, അങ്ങനെ പല പല കറികൾ വെക്കാം. അപ്പോൾ നമുക്ക് എണ്ണ ചൂടായി, വെളിച്ചെണ്ണയായിരുന്നേ, ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത്. ഇനി ഒരു 4 മീഡിയം സവാള അരിഞ്ഞത്. ഇന്ന് വെറൈറ്റി ചിക്കൻ കറിയാണ്. സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും വഴന്നു. അപ്പോൾ ഞാൻ മഞ്ഞൾപ്പൊടി ഒരു അര ടീസ്പൂൺ കാശ്മീരി ചില്ലി, പിന്നെ അതാ മല്ലിപ്പൊടി 2 ടേബിൾ സ്പൂൺ, പിന്നെ പെരിഞ്ജീരകം 1/2 ടീസ്പൂൺ, പിന്നെ അതാ നമ്മളുടെ കുരുമുളക് പൊടി, ഗരം മസാല, ഉപ്പ്, മഞ്ഞൾപ്പൊടി, വേണ്ട ഇതെല്ലാം കൂടെ, പിന്നെ ക്രഷ്ഡ് ചില്ലി, കുരുമുളക് ചതച്ചത്, അങ്ങനെയെല്ലാം കൂടെ ഇട്ട് ഇനിയിപ്പം എല്ലാം ഒന്ന് വഴലുമ്പം ചിക്കനും കൂടി ഇട്ട് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇത് ഭയങ്കര മണം ഇപ്പോൾ തന്നെ, ക്രഷ്ഡ് ചില്ലിയുടെയും ക്രഷ്ഡ് കുരുമുളകിൻ്റെയും കൂടെ മണം. ഇനിയിപ്പം നമുക്കിത് നല്ലതായിട്ടൊന്ന് ആയി കഴിയുമ്പോൾ പിന്നെ നമ്മളുടെ എന്താ പറയുന്നത്, ചിക്കൻ കറി വെച്ചിരിക്കുന്ന ചിക്കനും ഇട്ട് തീ കുറച്ച് വെച്ച് വെള്ളം ഒഴിക്കാതെ വേവിച്ചെടുക്കാം. ഓക്കെ, ഇതാ നമ്മളുടെ വറ്റൽമുളക് ചതച്ചതും പെപ്പർ ചതച്ചതും കൂടി ഇട്ട ചിക്കൻ കറി, അതും കൂട്ടി ഇതാ ചൂട് ചോറ് കഴിക്കാൻ പോവാം. മെഴുക്കുവരട്ടിയുണ്ട്, തോരൻ വെച്ചില്ല, സമയം കിട്ടിയില്ല. അതുതന്നെയല്ല, തോരൻ വെക്കുമ്പോൾ മെഴുക്കുവരട്ടി അവിടെ ഇരുന്ന് പോയാലോ, അതുകൊണ്ടാട്ടോ. ഇതാ സൂപ്പർ ചിക്കൻ കറിയും ചോറും മെഴുക്കുവരട്ടിയും കഴിക്കട്ടെ കേട്ടോ. ആരൻ വരുമ്പോൾ അക്ഷയായി പോകണം, ടൗണിൽ പോകണം, മുണ്ടെളുപ്പം കഴിക്കട്ടെ. ആരൻ ഇപ്പോൾ വരുവേ. ആരന് ഇതാ കുറച്ച് കൈമ റൈസ് നെയ്ക്കകത്ത് ചുമ്മാ ഒന്ന് വേവിച്ച് പറ്റിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതാ ഈ പാത്രത്തിലോട്ട് പാക്ക് ചെയ്തിട്ട് ആരനെ പറ്റിക്കാവേ. ഇന്നൊരു പുതിയ കടയിൽ നിന്ന് ഓർഡർ ചെയ്ത് ആരന് വരുത്തിച്ചതാണെന്നൊക്കെ പറയാവേ. നമുക്കങ്ങനെ പറ്റിക്കാം, നോക്കാം അവന് മനസ്സിലാവോ ഇല്ലയോ എന്നൊക്കെ നോക്കാം. അപ്പോൾ അവൻ സാലഡും പപ്പടവും ഒക്കെ തിരക്കും, അച്ചാറും ഒക്കെ. അതാണൊരു വിഷയം. ഇവിടെ ഇരിപ്പില്ല, അച്ചാറിരിപ്പുണ്ട്, സാലഡ് ഞാനിപ്പം ഉണ്ടാക്കേണ്ടി വരും, അതുണ്ടാക്കാം. പപ്പടം ഇല്ല, പുള്ളി അതൊക്കെ ചോദിക്കും. എളുപ്പം ഒന്ന് നോക്കട്ടെ, ഒന്ന് പാക്ക് ചെയ്തിട്ട് സാലഡും കൂടെ ഉണ്ടാക്കി വെക്കാം, പറ്റിക്കാം നമുക്ക്. ഇതാ അപ്പം വിളമ്പി ഞാൻ അടച്ചുകൊണ്ട് മേശപ്പുറത്ത് വെച്ചിട്ട് എളുപ്പം സാലഡും ഉണ്ടാക്കി അച്ചാറും എടുത്ത് വെക്കട്ടെ. അപ്പോൾ ജോലിയെല്ലാം തീർത്തെല്ലാം ചോറൊക്കെ ഉണ്ട്. ആരൻ വന്നപ്പോൾ ആരൻ ബിരിയാണിയൊക്കെ കഴിച്ചു. ആരന് മനസ്സിലായി, ആദ്യമേ മനസ്സിലായില്ല, അത് കഴിഞ്ഞിട്ട് ചോദിച്ചു ഇത് ജോമാസ് ക്രാഫ്റ്റ് ആൻഡ് ക്രഞ്ച് ഉണ്ടാക്കിയതാണോ എന്നൊക്കെ ചോദിച്ചു. പിന്നെ അതെല്ലാം കഴിച്ച് ഞങ്ങൾ ടൗണിൽ പോവുകയാണേ. ആരന് ഫോട്ടോ എടുക്കണം, പിന്നെ ഒരു ഗിഫ്റ്റ് വാങ്ങിക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ എല്ലാം ചെയ്യാനായിട്ട് ഞങ്ങൾ പോവുകയാണേ. ഇതാ ഞങ്ങളുടെ വീടിൻ്റെ അവിടുന്ന് പുറകു വശം റബ്ബർ തോട്ടത്തിൻ്റെ ആ വശയിൽ അവിടെ അതിലെയാണ് ഞങ്ങൾക്ക് അടുക്കള വശത്തൂടാണ് ഞങ്ങളുടെ കാർ ഇറങ്ങുന്ന വഴി. കണ്ടോ, ഇങ്ങനെ കയറുമ്പം താഴെ ഇരിക്കുന്ന നമ്മുടെ വീട്, പിന്നെ ഇങ്ങനെ കയറുമ്പോൾ ചേട്ടൻ്റെ വീടാണ്. അതിൻ്റെ ഇപ്പുറത്ത് മറ്റേ ആ പെന്തക്കോസ്റ്റ് ചർച്ച്, നമ്മൾ സ്ഥലം കൊടുത്തിട്ട് അവിടെ ചർച്ചൊക്കെ പണിതേ 1992 മുതൽ ഉള്ളൊരു ചർച്ചാണ്. ആ ചർച്ചിൻ്റെ അപ്പുറത്തിരിക്കുന്നതാണ് ചേട്ടൻ്റെ വീട്. പിന്നെ ഇതിപ്പം ഞങ്ങൾ ഇങ്ങനെ വഴിയിലോട്ട് ഓട്ടോ വരാൻ താമസിച്ചപ്പോൾ വഴിയിലോട്ട് ഇറങ്ങി നിൽക്കുക. അപ്പോൾ ഞാൻ ചെമ്പരത്തിപ്പൂ പറിക്കുക, ആവശ്യമുണ്ടത്. പറിച്ചുകൊണ്ട് നിൽക്കുമ്പോഴപ്പുറത്ത് ആ സ്കൂട്ടറെ പിടിച്ച് നിൽക്കുന്നയാൾ ഞാൻ നടത്തിയ പ്ലേ സ്കൂളിൽ പഠിച്ച കൊച്ചിൻ്റെ സിദ്ധാർത്ഥിൻ്റെ അച്ഛനാണ്. എനിക്കിങ്ങനെ അയാളുടെ സൈഡ് വ്യൂ കണ്ടപ്പോൾ ചെറിയൊരു സംശയം. പുള്ളി എന്നെ കണ്ടിട്ട് മനസ്സിലായിട്ട് പോലും വിളിക്കാൻ നിൽക്കുക. പുള്ളി ഓർത്താണ് നമ്മൾ മിണ്ടത്തില്ലായിരിക്കുമെന്നേ. കണ്ടോ, ഞാനെന്ന് എനിക്ക് സംശയം പറയുവാണേ. കഴിഞ്ഞ ദിവസവും കൂടെ പറഞ്ഞേ ഉള്ളൂ ഞാൻ അവന്റെ കാര്യം. എത്രയിലായി ഇപ്പൊ? പ്ലസ് ടു അല്ലേ? എവിടാ? പുതുപ്പള്ളി. ഏത് സ്കൂളിൽ? ബോയ്സിൽ.
ഒന്നുകൊണ്ട് കാണിക്കണം അവനെ. ഇത് ആരണ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ എടുക്കാൻ പോയപ്പം ഞങ്ങളുടെ കോട്ടയത്ത് കളത്തിപ്പടിയിൽ ഏതൻ സ്റ്റുഡിയോ, നമ്മളുടെ ഈ നെയ്ബർ എൻ്റെ കല്യാണത്തിൻ്റെയൊക്കെ വീഡിയോ എടുത്തതാണ്. അപ്പോൾ ഞാനും ഓർത്ത് 150 രൂപയേ ഉള്ളൂ നോർമലായിട്ട് പാസ്പോർട്ട് സൈസ് ഫോട്ടോ എടുക്കുന്നതിന്. അപ്പം ഞാൻ ഒത്തിരി വർഷമായി എടുത്തിട്ട് ഒരെണ്ണം എടുത്തേക്കാവുന്ന, അങ്ങനെ അവിടെ നിന്നൊരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഒക്കെ. പിന്നെ ഇതൊരു ലേഡീസ് സ്റ്റോർ, കല്ലറയ്ക്കൽ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ എല്ലാവർക്കും, ഗുഡ് വില്ലും കല്ലറയ്ക്കലും ഒക്കെ ലേഡീസ് സ്റ്റോർ. അവിടെ കയറുവാണേ. ഈ ബുക്സിനകത്ത് അവിടെ പോകും. ലേഡീസ് സ്റ്റോറിൽ ബാഗ് ഉണ്ടെന്ന് വെച്ച് കയറിയ അപ്പുറത്തായിരുന്നു. ലേഡീസ് സ്റ്റോറിലില്ല പണ്ട് ഞാൻ ബാഗ് വാങ്ങിച്ചത്. ഇപ്പോൾ അവർ ബാഗിന് മാത്രമായിട്ട് അപ്പുറത്ത് കട തുടങ്ങി. അപ്പം ഞാൻ പണ്ട് ഒരെണ്ണം വന്നിട്ട് വാങ്ങിച്ചിട്ടുള്ളതും ഇവിടുന്ന് ഇവന്മാർക്കാർക്കോ, പക്ഷേ മറന്നും പോയി കേട്ടോ. പിന്നെ ഒരു ലേഡി എന്നെ കൂട്ടിക്കൊണ്ട് അപ്പുറത്ത് കടയിൽ പോയി ഒരു ബാഗ് നല്ലത് എടുത്തു കേട്ടോ. ഒരു ഗിഫ്റ്റ് കൊടുക്കാനാണ്, എനിക്കല്ല കേട്ടോ.